നിന്നെ എങ്ങാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ സ്നേഹിക്കുമായിരുന്നു. നിന്നെ അള്ളാഹുവിന്റെ പ്രവാചകന് കൂട്ടുകാരനാക്കുമായിരുന്നു. നിനക്കതിനുള്ള അർഹതയുണ്ട്, നിനക്കതിനുള്ള യോഗ്യതയുണ്ട്. ആരാ പറയുന്നത്? അനസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം താങ്ങുമ തടലുമായി നടന്നിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റബിയേ, നിന്നെ എങ്ങാനും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ മുത്തുനബി സ്നേഹിക്കുമായിരുന്നു, നിന്നെ പ്രവാചകന് കൂട്ടുകാരനാക്കുമായിരുന്നു. നിനക്കതിനുള്ള അർഹതയുണ്ടെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ ആരാണ് റബി എന്നറിയുമോ? ആ റബിയയ്ക്ക് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ സൂറത്തു തകാസുർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ടല്ലോ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തകാസുർ ഉണ്ടല്ലോ, ആ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തരുന്ന ആ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ മടക്കി വെച്ച് തന്റെ വീടിന്റെ മൂലയിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് റബിയ ഓടുകയാണ്. വീടിന്റെ അകത്ത് നിന്ന് മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധമെടുത്തു. എന്നിട്ട് തന്റെ വീടിന്റെ മുന്നിലേക്ക് ഇറങ്ങി, തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിലിറങ്ങിയിട്ട് റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബർ കുഴിക്കുകയാണ്. തന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബർ കുഴിക്കുകയാണ്. അല്ലാഹുവേ, അവസാനം ഖബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, രാവിലെ അതാ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി വെളിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ, തന്റെ വീട്ടിൽ നിന്ന് ദുനിയാവിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ആ ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ആ ഖബറിന്റെ അകത്ത് കിടക്കുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് മയ്യത്ത് കിടക്കുന്നത് പോലെ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുന്നിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കുകയാ. എന്നിട്ട് അതിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അതിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. എന്താണ് പറയുന്നത്? പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളി വിളിക്കുന്നത് പോലെ അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾ അവിടെ കിടന്ന് ഖബറിന്റെ അകത്ത് കിടന്ന് പടച്ച റബ്ബിനോട് യാചിക്കുകയാ. അല്ലാഹുവേ, എനിക്കൊരവസരം താ തമ്പുരാന്, നമസ്കരിക്കാ തമ്പുരാന്, ഖുർആനോദാ തമ്പുരാന്, സദഖ കൊടുക്കാ തമ്പുരാന്, സൽക്കർമ്മങ്ങൾ ചെയ്യാ തമ്പുരാന്. ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളി കിടന്നിട്ട് യാചിക്കുമെന്നാണ്. പക്ഷേ അല്ലാഹു അവർക്ക് അവസരം കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവനോടെ തന്റെ വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുന്നു, നാഥാ, എനിക്കൊരവസരം താ അല്ലാ, സൽക്കർമ്മങ്ങൾ ചെയ്യാറ്, നല്ല കാര്യങ്ങൾ ചെയ്യാറ് എനിക്കൊരവസരം തരണേ റബ്ബേ. ഖബറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. പകല് മുഴുവനും ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ഒരു ഉത്സാഹമുണ്ടാവുകയാണ്, ഒരു ആത്മാർത്ഥതയുണ്ടാവുകയാണ്.
അവസാനം വൈകുന്നേര സമയമായി. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവസാനം തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. രാത്രി വീടിന്റെ അകത്ത് കയറി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് തന്റെ വീടിന്റെ മുന്നിൽ കുഴിച്ചിട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. എന്നിട്ട് കബറിന്റെ അകത്ത് കിടന്ന് രാത്രിയിലും കരയുകയാ, അല്ലാഹുവേ എനിക്കൊരവസരം താ അല്ലാ. കബറിന്റെ അകത്ത് കിടന്ന് കരഞ്ഞിട്ട് വീടിന്റെ അകത്ത് കയറിയിട്ട് സുഖമായി ഭക്ഷണം കടിച്ച് കിടന്നുറങ്ങുകയല്ല, രാത്രി കാലങ്ങളിലും ഇബാദത്തുകൾ ചെയ്യുകയാണ്. ഇങ്ങനെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് റബിയ. ആ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട്, നിന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്നെങ്കിൽ, മുത്തുനബി നിന്നെ കണ്ടിരുന്നെങ്കിൽ നിന്നെ കൂട്ടുകാരനാക്കുമായിരുന്നോ, നിന്നെ സ്നേഹിക്കുമായിരുന്നോ, മുത്തുനബി നിന്നെ ചേർത്ത് പിടിക്കുമായിരുന്നോ എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്ന 5 നന്മകൾ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ചരിത്രം നിങ്ങൾ എടുത്തു വായിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന 5 നന്മകൾ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അനസ് തങ്ങൾ പറഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന 5 നന്മകൾ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇഷ്ടപ്പെടുന്ന ഒരു 5 നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പറയുന്ന 5 നന്മകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മുത്തുനബിയുടെ കൂട്ടുകാരാ, ആ മുത്തുനബി സ്നേഹിക്കുന്നവരാ, ആ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കിട്ടുന്നവരാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, അല്ലാഹുവേ പടച്ചവനെ, ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? അതാ റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ലായിരുന്നു. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അല്ലാഹുവേ, അതാ തന്റെ കണ്ണിനെ സൂക്ഷിച്ചിരുന്ന ചെറുപ്പക്കാരനാട് റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെന്ന് ചരിത്രം പറയുമ്പോ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തും നോക്കാറില്ല. ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തും നോക്കാറില്ല. പടച്ചവനെ, അള്ളാഹു കൊടുത്ത കണ്ണിനെ വല്ലാതെ സൂക്ഷിച്ചിരുന്ന ചെറുപ്പക്കാരനാ. അവിടെന്ന് ചരിത്രം പറയുകയാണ്, റബിയ നടന്നു വരുമ്പോ പെണ്ണുങ്ങൾ അവിടെന്ന് പറയും, കണ്ണ് കാണാത്ത റബിയ വരുന്നു. ആ ചെറുപ്പക്കാരൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറേയില്ല. ആ ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോ ആ നാട്ടിലെ പെണ്ണുങ്ങൾ പറയും, അന്ധനായ റബിയ വരുന്നു. പെണ്ണുങ്ങൾ കരുതിയിരുന്നത് ഈ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്നാ. ഈ ചെറുപ്പക്കാരന് കണ്ണിന് കാഴ്ചയില്ലാത്തവനാണെന്നാ പെണ്ണുങ്ങൾ കരുതിയിരുന്നത്. അവര് പറയുമായിരുന്നു, അന്ധനായ റബിയ വരുന്നു, അന്ധനായ റബിയ വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ കണ്ണിന് കാഴ്ചയുണ്ട്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. നമ്മളാണെങ്കിൽ നോക്കാറേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ചെറുപ്പക്കാരനാണെങ്കിൽ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ല. നമ്മൾ നോക്കിയാൽ അവിടെ മാത്രമേ നോക്കാറുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശൈലികൾ, നമ്മുടെ സ്വഭാവം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്ത ആരാപ്പ ഉള്ള? എല്ലാവരും പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുക അല്ലേ? അല്ലാഹുവേ, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുക, ആണുങ്ങളുടെ ഔറത്ത് കാണുക. എല്ലാവരുടെ വീട്ടിലും പടച്ചവനെ സിനിമ കാണുന്നത് പാപമാ, സീരിയൽ കാണുന്നത് പാപമാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇതൊക്കെ തെറ്റാണ്. ആണിനും പെണ്ണിനും എല്ലാവർക്കും അറിയാം. നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് മരിച്ചുപോയ ഒരു അന്യ പെണ്ണിന്റെ മയ്യത്ത് ഈ ഇരിക്കണ ഒറ്റ ആണിനും കാണാൻ പാടില്ല. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ നിനക്ക് കാണൽ അനുവദനീയമായവരല്ലാത്ത ഏതെങ്കിലും പെണ്ണ് മരിച്ചാൽ നീ കാണരുത്. ഈ നാട്ടിലെ ഒറ്റ അന്യ പുരുഷന്റെ മയ്യത്ത് പോലും നീ കാണാൻ പാടില്ല. നീ ഇരിക്കണ ആണുങ്ങളോട് സലാം പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കണ ഇതാ. അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നു, അന്യ പെണ്ണ് അന്യ പുരുഷനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പോലും പറയാൻ പാടില്ലെന്നാ ദീൻ പഠിപ്പിക്കണേ.
ഇന്നാലോചിക്ക്, ഇന്നൊക്കെ മരിച്ച വീട്ടിൽ പൊക്കഴിഞ്ഞ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് മയ്യത്തിൻ്റെ അടുത്ത് നിൽക്കുക. നാട്ടുകാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ പൊക്കി കാണിക്കുക, കണ്ടോ പെണ്ണുമ്പിള്ളെ കണ്ടോടാ, വാടാ ഇങ്ങനെ വിളിച്ച. മരിച്ച വീട്ടിൽ പോയി ഇങ്ങനെ നിൽക്കും ഭർത്താവ്, ഇങ്ങനെ പൊക്കി കാണിക്കാൻ. അല്ലാഹുവേ, അവസാനം കുളിപ്പിച്ച് കൊണ്ട് കിടത്തുമ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ കാണാനാ, എൻ്റെ പെണ്ണുമ്പിള്ളെ കൊണ്ടുപോകാൻ കണ്ടോടാ എന്നും കൂടെ പറ്റത്തുള്ളൂ. പൊക്കി കാണിച്ചു കൊടുക്കുക. അവസാനം പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിൽ ഇറക്കി വെച്ചിട്ട് പിന്നെയും തുറന്നിട്ട് വിളിക്കുക, ഇനി ആർക്കെങ്കിലും കാണണമെന്ന്. ആലോചിക്കേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, സിനിമ കാണുന്നത്, സീരിയല് കാണുന്നത്, പടച്ചോനെ ആലോചിക്കേ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? എന്തിനു വേണ്ടിയാണ് അല്ലാഹുവിനോട് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നത്? അല്ലാഹുവിനോട് നമ്മൾ എന്താണ് ദുആ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവേ, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ഒറ്റയ്ക്കല്ല വരുന്നത്, 70 മുതൽ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമായിട്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വഅലിന്റെ സദസ്സ് മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകളെ വലയം ചെയ്തിരിക്കുകയാണ്. നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, എങ്കിലും നമ്മൾ എല്ലാവരും ഇതേ കണ്ണുകൊണ്ട് മലക്കുകളെ കാണുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്നാണ് കാണുന്നത്? ഫകസഫിനാ അൻക ഇത്വാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാണ്, ആകാശ ലോകത്ത് നിന്ന് അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാണ്. അധികാരമുള്ളവനും പണമുള്ളവനും ആൾബലമുള്ളവനും ആരോഗ്യമുള്ളവനും എല്ലാവരും ആ രംഗമിങ്ങനെ കാണുമ്പോ താഴേക്ക് പിടഞ്ഞു വീഴുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും ചുറ്റുഭാഗം മുഴുവനും വളയുകയാണ്. എന്നിട്ട് അവര് പറയുന്ന, നിന്നെ കൊണ്ടുപോകാമെന്നതാടാ, നിന്റെ റൂഹ് പിടിക്കാമെന്നതാടോ. ആരെ വേണമെങ്കിലും നീ വിളിച്ചോ, രക്ഷയ്ക്ക് ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകൾ ചുറ്റുഭാഗത്ത് നിന്ന് പറയുകയാണ്. അവര് കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. അവസാനം ഈ തൊണ്ടക്കുഴിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവസാനം അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഒരു നല്ല മരണമല്ലേ? ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണമല്ലേ? അതിനു വേണ്ടിയല്ലേ ദുആ ചെയ്യുന്നത്? എങ്കിൽ എന്റെ പ്രിയമുള്ളവർ, സിനിമ കാണുന്നവർ, സീരിയൽ കാണുന്നവർ, അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നവർ, അന്യ പുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, നീ പാവമല്ല എന്ന് കരുതരുത്. അത് പാവമല്ല എന്ന് നീ കരുതരുത്. നിനക്കുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നിനക്കറിയാതെട്ടാ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറയാം. ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഈ ചരിത്രം നീ ഒന്ന് കേൾക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരയുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഖിരിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ
കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്നിട്ട് രണ്ടാമത് പറയുകയാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ആ മഹാനായ പണ്ഡിതനുണ്ടല്ലോ, ആ മഹാന് വല്ലാത്ത അത്ഭുതമായി ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, മോനെ, എന്തിനാ നീ അങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ കൂടപ്പിറപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ ഗതി വരരുതെന്നാണല്ലോ നീ ദുആ ചെയ്യുന്നത്. അവിടെന്ന് മഹാൻ ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, എനിക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്വലാ, ഹയ്യ അലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു, പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചതെന്നറിയുമോ? 10, 20, 30 കൊല്ലമല്ലടാ ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാ. ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയുമോ? ബാങ്ക് വിളിക്കുന്ന മനുഷ്യര് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയുമോ? ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മനുഷ്യനാരാ? അത് പള്ളിയിലെ മുഅദ്ദിനാ പൊന്നുമോര്. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആള് ഇവിടുത്തെ പള്ളിയിലെ മുഅദ്ദിന. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്കെ, ഒരു മത്സരത്തിനെങ്കിലും. അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്നതിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പള്ളിയിൽ ഇലക്ഷൻ നടക്കുക. എന്തിന്? പ്രസിഡന്റിനും സെക്രട്ടറി ആകാൻ. പള്ളിയുടെ അധികാരം കിട്ടാൻ വേണ്ടി പള്ളികളിൽ പോലും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെ ഇലക്ഷൻ നടത്തുക. എടാ, ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇലക്ഷൻ നടത്തിയനെ പ്രസിഡന്റ് ആകാനല്ല, പള്ളിയിലെ മുഅദ്ദിനാകാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ 2 വിഭാഗത്തിൻ്റെ തല ഉയർന്നു നിൽക്കും. 2 വിഭാഗം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. എല്ലാവരും തലതാഴ്ത്തി പിടിക്കുകയാണ്. എല്ലാവരും നഗ്നരാണ്. ചെരുപ്പില്ലാതെ നിലവിളിച്ചുകൊണ്ട് യാ വൈലത്താ, യാ ഹസ്റത്താ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവനും നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതിലെ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? എടാ ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. നാളെ അള്ളാന്റെ കോടതിയിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അതാ ബാങ്ക് വിളിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ തലയങ്ങ് ഉയർന്നു നിൽക്കുകയാണ്. പടച്ചവനെ, ബാങ്ക് വിളിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമിതാ. ഇത് പറയുമ്പോ പെങ്ങള് പറയും, ഉസ്താദ്, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലല്ലോ, ആ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 2ാമത്തെ വിഭാഗമാരെന്നറിയുമോ?
രണ്ടാമത്തെ വിഭാഗമാരാ? അള്ളാഹുവിന്റെ കോടതിയിൽ തല ഉയർന്നു നിൽക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവേ, ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ എന്റെ ജ്യേഷ്ഠൻ 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്, 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്. അവസാനം രോഗം പിടിച്ചിട്ട് മരിക്കാൻ കിടക്കുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ, എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. ഞാൻ ചിന്തിച്ചു, അല്ലാ, ഖുർആനോദി മരിക്കാനായിരിക്കും, ഖുർആനോദി മരിക്കാനായിരിക്കും. ഓടിച്ചെന്ന് ഖുർആൻ എടുത്തുകൊണ്ട് വന്ന് കയ്യിൽ കൊടുക്കുകയാണ്. 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യന്റെ കയ്യില് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ വലിച്ചു കീറിയിട്ട് വലിച്ചെറിയുകയാ. അവിടെന്ന് ഖുർആൻ വലിച്ചു കീറി എറിയുകയാണ്. അവിടെന്ന് പറയുന്നു, തങ്ങളെ എന്റെ ജ്യേഷ്ഠന്റെ മരണം മോശമായിരുന്നു, ഈമാനുള്ള ഒരു മരണം കിട്ടിയില്ല, ഈമാനുള്ള ഒരു മരണം കിട്ടിയില്ല. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിലാ ബാങ്ക് വിളിച്ചത്, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷക്കാലം ബാങ്ക് വിളിച്ചു. എന്റെ രണ്ടാമത്തെ സഹോദരനും അതേ പള്ളിയില് 10 വർഷക്കാലം ബാങ്ക് വിളിച്ചു. അവസാനം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ മരണവും മോശമായിരുന്നു. രണ്ടുപേരുടെയും ആക്കിബത്ത് മോശമായി. മഹാനിരുന്ന് കരയുന്നു, നാഥാ, എന്തു പാപമായി ഇവര് ചെയ്തത്? അവരുടെ മരണം മോശമാകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവര് കള്ള് കുടിക്കുന്നവരായിരുന്നില്ല, അവര് വ്യഭിചരിച്ചവരായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല, അവര് സിറുക്ക് ചെയ്തവരായിരുന്നില്ല, അവര് അഹങ്കാരികളെ പോലെ നടന്നവരായിരുന്നില്ല. എന്നിട്ടും അവരുടെ ആക്കിബത്ത് മോശമാകാനുള്ള കാരണമെന്താ? മഹാനവിടെന്ന് ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? മോശമായ ഏതെങ്കിലും ഒരു സ്വഭാവം നിന്റെ കൂടപ്പിറപ്പുകൾക്കുണ്ടായിരുന്നോ? ചെറുപ്പക്കാരെ കരയുകയാണ്, ചെറുപ്പക്കാരെ കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ 2 സഹോദരന്മാർക്ക് ഒരേ ഒരു ദുശീലമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ 2 ജ്യേഷ്ഠന്മാർക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. വഹുമാ യൻദുറാനി ഔറാദുൻ നിസാ. നിനക്കുമില്ലേ വാപ്പാ? ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയോ? അവരന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു, അവരന്യ പെണ്ണുങ്ങളുടെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവരായിരുന്നു. തഴമ്പുള്ള താടിയുള്ള അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, വഅദിന് വരും, സ്വലാത്തിന് വരും, ഏത് നല്ല കാര്യത്തിനും വരും, കയ്യിൽ തസ്ബീഹും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മ, സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന, അന്യപുരുഷന്റെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്ന പെണ്ണ്, മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് പൊങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് നിനക്ക് പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാനോടുകൂടി ഒരു മരണം കിട്ടുമെന്ന് നീ കരുതണ്ട. അവിടുന്ന് ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ സഹോദരങ്ങളുടെ ആക്കിബത്ത് മോശമാകാറ് അല്ലാഹുവേ ഇതായിരിക്കും കാരണമെന്നാ ചെറുപ്പക്കാരൻ പറയുമ്പോ, പെങ്ങളെ, ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണ്ടേ? അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അത് പാപമല്ലെന്ന് നീ പറയരുത്, അത് നിസ്സാരമാണെന്ന് നീ കരുതരുത്. അതൊരു വലിയ പാപമാടാ പൊന്നുമോര്. ആക്കിബത്ത് മോശമാകുന്ന കാര്യമാണ്. വീടിന്റെ റൂമിന്റെ അകത്ത് കയറി വാട്സപ്പിലൂടെ, IMയിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ ആരും കാണാതെ മണിയതാ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്തിരുന്ന് വൃത്തികേടുകൾ കണ്ട്
അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, ആരും കാണാതെ, മക്കളും ഭർത്താവും കൂടപ്പിറപ്പുകളും കാണാതെ ഒറ്റയ്ക്ക് പുതപ്പിന്റെ അടിയിൽ കിടന്ന് അതാ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് മോശമായത് കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ചില ഭർത്താക്കന്മാരുണ്ട്, ചില വൃത്തികെട്ട ഭർത്താക്കന്മാരുണ്ട്, നാൽക്കാലികളും അത് നാൽക്കാലികളെക്കാരും മതപ്പതിച്ച ഭർത്താക്കന്മാരുണ്ട്. അവരുടെ സ്വഭാവം എന്തെന്നറിയോ? മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ, ആ ഭാര്യയ്ക്ക് സായിപ്പിന്റെയും മാതാമയുടെയും സെക്സ് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന നന്ദിയില്ലാത്തവന്. കെട്ടിയ പെണ്ണിന് സെക്സ് കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് കണ്ടവന്റെ സെക്സ് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ഭർത്താവ്, നിന്നെ അല്ല വിടുവോടാ? നിന്നെ പടച്ച റബ്ബ് വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഭർത്താവ് കൊണ്ടുവന്ന് കാണിച്ചു തരുമ്പോ നാണമില്ലാതെ അത് കാണുന്ന ഉമ്മ, അത് കണ്ടാസ്വദിക്കുന്ന പെങ്ങള്, നിനക്കല്ല തരുന്ന ശിക്ഷ കേൾക്കണോ? നിനക്കല്ല തരുന്ന ശിക്ഷ കേൾക്കണോ? അല്ലാഹുവേ, അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന ഉമ്മ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, നാളെ നിന്റെ കണ്ണിന്റെ അകത്ത്, നാളെ നിന്റെ കണ്ണിന്റെ അകത്ത് മലക്കുകൾ ഈയ മുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, 40 കൊല്ലം ബാങ്ക് വിളിച്ചു, 10 കൊല്ലം ബാങ്ക് വിളിച്ചു, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, എല്ലാം ചെയ്യും. പക്ഷേ രണ്ടുപേരുടെയും ആക്കിബത്ത് മോശമായത് അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായത് കൊണ്ടാ. നമുക്കുമില്ലേ? അല്ലാഹുവേ, പടച്ചവനെ ആരും കാണാതെ ബെഡ്റൂമിന്റെ അകത്ത് കയറിയിരിക്കുക, ഭർത്താവ് തന്നെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുക. നീ പിന്നെ എന്തിനാടാ പെണ്ണ് കെട്ടിയേ? എടാ, കെട്ടിയ പെണ്ണിനെ കണ്ടവന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ പെണ്ണ് കെട്ടിയേ? സായിപ്പിന്റെയും മാതാമയുടെയും സെക്സ് വീഡിയോ കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുക. അത് കാണാൻ കുറെ പെണ്ണുങ്ങൾ കണ്ട് ആസ്വദിക്ക്. നാളെ നിന്റെ കണ്ണിന്റെ അകത്ത് അല്ലാഹുവേ മലക്കുകൾ നരകത്തിലെ ഈയം കണ്ണിലേക്ക് ഉരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ടെണ്ണ് കണക്കിന് ഈയം വേണമായിരിക്കും നമ്മുടെയൊക്കെ കണ്ണി ഒഴിക്കാൻ. എന്നാലോചിച്ച് നോക്കിയേ, കണ്ടാസ്വദിക്കുക. പാവമല്ല കരുതിക്കോ, ഇതൊന്നും പാവമല്ല എന്ന് കരുതിയിട്ട് കണ്ടോണ്ടിരുന്നോ? മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും നിന്നെ കൊണ്ടത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തന്നിരിക്കുന്ന ഈ കണ്ണ് അത് സൂക്ഷിക്ക്, ഹറാമ് കാണുന്നതിനെ തൊട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഉസ്താദെ, ഈ ദുനിയാവി ജീവിക്കണമെങ്കിൽ ഇതൊക്കെ കണ്ടാലല്ലേ പറ്റൂ? ശരി തന്നെ, കാട്ടിൽ പോയി ജീവിക്കലല്ലടാ, നാട്ടിൽ ജീവിക്കണം. ഇന്ന് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ അള്ളാഹുവെ പടച്ചവന് നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന സഹോദരിമാരുടെ അവസ്ഥ കണ്ടിട്ടുണ്ടാ? പെണ്ണുങ്ങളുടെ അവസ്ഥ എങ്ങനെയാ പടച്ചവന്? ഇന്നത്തെ പെണ്ണുങ്ങള് എന്താ പറയാ, ഈ എഴുന്നള്ളത്തിന് വരുന്ന ആന വരണ പോലെ ഓരോന്നൊക്കെ കോലം കിട്ടിയിട്ട് വരുന്നത് ആരായാലും നോക്കിപ്പോവല്ലോ. ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ കണ്ടു കഴിഞ്ഞാൽ പടച്ചവൻ ഇങ്ങനെ നേരെ നോക്കാൻ പറ്റൂല. കാരണം മുന്നിൽ വരുന്നത് മൊത്തം അങ്ങനത്തെ അവസ്ഥയാ. എന്നാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ സൈഡിൽ നോക്കി നടക്കാമെന്ന് വിചാരിച്ച ഏത് വീടിൻ്റെ മതിലിലും സ്കൂളിൻ്റെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയൊക്കെ മതിലുണ്ടോ അവിടെയൊക്കെ പടച്ചവനെ ഹൗർലിങ്ങളുടെ ചിത്രവാ, സിനിമാ പോസ്റ്ററുകൾ, പാവം തുണി പോലും വാങ്ങാൻ കാശില്ലാത്ത പാപങ്ങളുടെ കോലം. എന്നാൽ ഇനിയിപ്പോൾ ആകാശത്ത് നോക്കി നടക്കാമെന്ന് വിചാരിച്ച മുകളിൽ നോക്കിയാൽ മൊത്തം ഫ്ലെക്സ് ബോർഡാ. അവിടെയും ഇത് തന്നെയാ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കാണാൻ അവസരം കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. അപ്പോഴാ സ്വർഗം കിട്ടുക. അല്ലാതെ കാണാൻ കിട്ടുമ്പോൾ കാണാൻ പിന്നെ എന്താ അർത്ഥമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കാണാൻ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നവനാ വിശ്വാസി, മുഅ്മിൻ. അവനാ സ്വർഗം അല്ലാഹ് തരാന്ന് പറഞ്ഞേ. അല്ലാതെ എല്ലാവരും കാണുന്നു അതുകൊണ്ട് ഞാനും കാണാം, അങ്ങനല്ല. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമക്കളെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കടാ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. നിന്നെ കൊണ്ടതിന് കഴിയും. എല്ലാവരും വിചാരിക്കും ചെറുപ്പക്കാർ വളരെ മോശമാണെന്നൊരിക്കലുമല്ല. നിന്നെ പോലെ എത്രയോ ചെറുപ്പക്കാർ വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഇങ്ങനെ കരുതിയിരുന്ന നിന്നെ പോലെ പച്ച ഇറച്ചിയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ചരിത്രം നിനക്ക് കാണാം. ഒരുപാട് ചെറുപ്പക്കാർ വായിച്ചു നോക്ക്. അതൊക്കെ എടുത്ത് വായിച്ചു നോക്കേണ്ടത്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താ? അള്ളാഹു പടച്ചവനെ ഏത് ചരിത്രം, വല്ല സിനിമാ കഥയൊക്കെ നോക്കാൻ വേണമെങ്കിൽ പറ്റും.
ഇപ്പം ഞാൻ ഈ അടുത്ത് പടച്ചവൻ ഒരു ദിവസം വയത് കഴിഞ്ഞ് രാവിലെ വെളുപ്പാൻ കാലത്ത് ഒരു 5 മണിയൊക്കെ ആയി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാർ കൂടി നിൽക്കുക. ഞാൻ വിചാരിച്ചു അല്ലാഹു വല്ല ആക്സിഡൻറ്റും പറ്റിയിട്ടുണ്ടാന്ന് നോക്കുമ്പോൾ വലിയ ഒരു ഫ്ലെക്സ് കിട്ടുക. 2-3 ചെറുപ്പക്കാർ വലിയൊരു ഫ്ലെക്സ് ബോർഡിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുക. എന്നിട്ട് ഇങ്ങനെ പാലൊഴിക്കുക. ഇപ്പം നമ്മുടെ മമ്മൂട്ടിയില്ലേ, മമ്മൂട്ടിയുടെ വലിയ ഫ്ലെക്സ് വെച്ചിട്ട് ഒരു പുതിയ പടം ഇറങ്ങിയല്ലോ, ഇപ്പോൾ ഒരു ചരിത്ര പടം. ഏതാപ്പാ? ഒരു ചരിത്ര സിനിമ ഇറങ്ങിയില്ലേ? നിങ്ങളൊക്കെ മലക്കുകളാ, നിങ്ങൾക്കറിയില്ല. മാമാങ്കം. അതിൻ്റെ പോസ്റ്ററിൻ്റെ മുകളിൽ കയറിയിട്ട് പാലൊഴിക്കുക. പൊട്ടൻ. പല ഭ്രാന്തന്മാരെയും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭ്രാന്തൻ ആദ്യമായിട്ട് കാണാം. ഇങ്ങനെയും ഭ്രാന്തന്മാരുണ്ടെന്ന പടച്ചോനേടാ. ഭ്രാന്തെന്ന് പറഞ്ഞാൽ അവരെ ഭ്രാന്തെന്ന് പോലും വിളിക്കാൻ യോഗ്യതയില്ല. കുടിക്കേണ്ട പാലെടുത്തിട്ട് ഫ്ലെക്സ് ബോർഡിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്ന ചെറുപ്പക്കാർ. ഇമ്രുൽ കൈസ് എന്ന് പറഞ്ഞൊരു ചങ്ങാതിയുണ്ട്, ഹദീസിൽ കാണാം. ഷായിർ ബൈത്ത് തന്നെ ഉണ്ട് അവനെക്കുറിച്ച്. പ്രേമം തലയ്ക്ക് പിടിച്ചവനാ, കാമുകിയുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. ഇന്നത്തെ പ്രേമമൊന്നുമല്ല കേട്ടാ. ഇന്നത്തെ പ്രേമം എന്താ, ഇപ്പം മിസ് കോൾ അടിച്ചാൽ പോയി അത്ര തന്നെ. അവനെന്ന് പറഞ്ഞാൽ പ്രേമമെന്ന് പറഞ്ഞാൽ തലയ്ക്ക് പിടിച്ച പ്രേമം. നിനക്കൊന്നും അളക്കാൻ പറ്റൂല ആ ചെറുപ്പക്കാരൻ്റെ പ്രേമം. ലൈലയും മജ്നൂനും ചരിത്രം പറയുന്നുണ്ട്. എന്തൊരു സ്നേഹമെന്നറിയോ. ഇവനിങ്ങനെ കാമുകിയുടെ വീടിൻ്റെ വെളിയിൽ നിൽക്കുക. കാമുകിയുടെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കും. കാമുകിയുടെ വീട്ടിൽ നിന്നൊരു നായി ഇറങ്ങി വന്ന ഓടിച്ചെന്ന് നായിയെ പിടിച്ചിട്ട് നായിയുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ചുംബിക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, എടാ ഇമ്രുൽ കൈസിനോട് ചോദിച്ചു, നീ എന്തിനാടാ നായിയുടെ കാലി ചുംബിക്കണേന്ന്? എൻ്റെ കാമുകി ചവിട്ടിയ സ്ഥലത്ത് ഈ നായി ചവിട്ടിയില്ലേന്ന്. എൻ്റെ കാമുകി ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടാൻ ഈ നായിക്ക് ഭാഗ്യമുണ്ടല്ലോ, അതുകൊണ്ടാ. അതിനവന് ഒരു പെണ്ണിനോടുള്ള പ്രേമെന്നെങ്കിലും പറയാം. എൻ്റെ ചെറുപ്പക്കാരാ മോനെ, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനെ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഉമർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാ. ആരാ ഉമർ തങ്ങളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല. ലൗകാന ബഅദി നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ അതിനുള്ള യോഗ്യത ഉമറിന്, ഒരു പ്രവാചകനാകാനുള്ള യോഗ്യത ഉമർ തങ്ങൾക്കുണ്ട്. ലോകത്ത് ഇബിലീസ് ഭയന്ന ഒറ്റ ആളേ ഉള്ളൂ, ഉമർ തങ്ങളെ. ഉമർ വരുന്ന വഴിയിലൂടെ ഇബിലീസ് പോലും വരത്തില്ല, അത്രയ്ക്ക് പേടിയാ ഉമറിന്. ഉമർ തങ്ങളുടെ ധൈര്യം എന്തെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിച്ചിട്ട് മയ്യത്ത് ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്ക് വരും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക. ഖബറിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് 2 മലക്കുകൾ മൻ റബ്ബുക എന്ന് ചോദിക്കും. നിന്റെ റബ്ബ് ആരാണെന്ന് മലക്കുകൾ ചോദിക്കുമെന്ന് മുത്തുനബി പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറയുക, എന്നോടെങ്ങാനും മലക്കുകൾ ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കും, എടാ നിങ്ങളുടെ റബ്ബ് ആരാന്ന്. ആരോട്? മലക്കുകളോട്. മുൻകറുൻ നക്കീർ എന്ന് പറയുന്ന മലക്ക് എന്നോട് മൻ റബ്ബുക്കായി എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ റബ്ബാരാ? അതേ റബ്ബ് തന്നെയായി എൻ്റെതെന്ന്. ആ ധൈര്യം ഒന്ന് ചിന്തിക്ക്. ആ ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോൾ 1-ാമത്തെ സഫിൽ. നീ ജീവിതത്തിൽ പോയിട്ടുണ്ടോ? ആലോചിക്ക്. എടാ 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലെ 1-ാമത്തെ സഫിൽ ആ ചെറുപ്പക്കാരുണ്ടാകും. അതുകൊണ്ട് ആ ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ടെ. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ആ പോകണ വഴിയിൽ ഒരു ആമിനുണ്ട്, ഒരു പെണ്ണുണ്ട്, വളയ്ക്കാൻ നോക്കും എല്ലാ ദിവസവും. പറ്റണില്ല. എല്ലാ ദിവസവും ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കാൻ നോക്കി, എത്ര നോക്കിയിട്ടും പറ്റണില്ല. അല്ലാഹുവേ, അതാ ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞു. തന്റെ വീടാണെങ്കിൽ പള്ളിയിൽ നിന്ന് അല്പ ദൂരെയാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ഈ പെണ്ണാണെങ്കിൽ ചാടി അങ്ങവന്റെ മുന്നിലേക്ക് വീഴുകയാണ്. അവനെ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. 2 കൈ കൊണ്ടവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, തല ഇങ്ങനെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറയുന്നു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? ആ ചെറുപ്പക്കാരനോടാ പെണ്ണി യാചിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാ,
ഖസറ ദുനിയാ വൽ ആഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ തമ്പുരാനെ, ഞാൻ നരകത്തിന്റെ അവകാശിയായല്ലോ. ഒരു പെണ്ണെന്റെ ശരീരത്തിൽ തൊട്ടല്ലോ അല്ലാ, കരഞ്ഞു ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരു പെണ്ണ് തന്റെ ശരീരത്ത് കയറി പിടിച്ചപ്പോ ഞാൻ പാപിയായി പോയെന്ന് കരുതിയിട്ട് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെണ്ണിട്ടോടി രക്ഷപ്പെട്ടു. ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് വഴിയിൽ കിടക്കുകയാണ്. യാത്രക്കാര് കണ്ടു, അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രായം ചെന്ന വാപ്പാടെ മുന്നിൽ തന്റെ പൊന്നാര മകനെ കൊണ്ടുപോയി മലർത്തി കിടത്തുകയാണ്. അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ എന്റെ പൊന്നുമോൻ എന്താണ് സംഭവിച്ചത്? അവിടെ നിന്ന് ചോദിക്കുമ്പോ വാപ്പയോട് നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് നിലവിളിക്കുന്നു, വാപ്പാ ഞാൻ നരകത്തിന്റെ അവകാശിയാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ. ഇനി എങ്ങനാ ഞാൻ അള്ളാന്റെ മുന്നിൽ പോകുന്നത്? വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പായിക്ക് വല്ലാത്ത പേടിയായി. എന്റെ പൊന്നുമോ മരിച്ചു പോകുമോ, എന്റെ പൊന്നുമോ മരിച്ചു പോകുമോ? വാപ്പ പറഞ്ഞു, മോനെ നീ പാപിയല്ല, നീ തെറ്റുകാരനല്ല, നീ അങ്ങോട്ട് പിടിച്ചതല്ല, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്. എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണല്ലോ, നിനക്ക് അല്ലാഹു പുറത്തു തരും മോനെ. വാപ്പ എത്ര പറഞ്ഞു കൊടുത്തിട്ടും പൊന്നുമകന്റെ കരച്ചിൽ തീരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവനെ അതാ വാപ്പ തന്റെ അതാ പൊന്നുമകനോട് പറയുമ്പോ മകൻ അവസാനം പറഞ്ഞു, വാപ്പാ ഉമർ തങ്ങളോട് പോയി മസല ചോദിക്കൂ, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്കൂ. വാപ്പയതാ ഉമർ തങ്ങളുടെ ചാരത്ത് നിന്ന് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ കേട്ടിട്ട് പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നിങ്ങളുടെ പൊന്നുമകന് പാപിയല്ല, അവന് തെറ്റുകാരനല്ല, അവന് പടച്ചവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു വിടുമ്പോ വാപ്പ വീട്ടിലേക്ക് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച എന്താ? ഒരു പെണ്ണ് തന്റെ ശരീരത്തിൽ കയറി പിടിച്ചതിന്റെ പേരില് ഞാൻ പാപിയായി പോയല്ലോ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കുമെന്ന് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുകയാ. തന്റെ വീടിന്റെ അകത്ത് മരിച്ചു കിടക്കുകയാണ്. വാപ്പ വീട്ടിലേക്ക് കയറി വന്നപ്പോ പൊന്നാര മകന്റെ മയ്യത്താ കാണുന്നത്. എന്തിനാടാ മരിച്ചത്? അങ്ങോട്ട് കയറി പിടിച്ചതിനല്ല, ഇങ്ങോട്ട് കയറി പിടിച്ചതോർത്തിട്ട് കരഞ്ഞ് കരഞ്ഞ് തന്റെ പൊന്നാര മകന് മരിച്ചു കിടക്കുകയാണ്. അവസാനം മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് പള്ളിപ്പറമ്പില് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ ഉമർ തങ്ങളാ കബറിന്റെ ചാരത്തിരിക്കുകയാ, ഉമർ തങ്ങളാ കബറിന്റെ ചാരത്തിരിക്കുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അവിടെ ആ ചെറുപ്പക്കാരനോട് പറയുകയാ, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ കുടുംബത്തിൽ അകന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, എടാ നിന്റെ ചേട്ടത്തി നിന്റെ ശരീരത്ത് തൊട്ടാല്, നിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയാകട്ടെ, കുടുംബത്തിൽ അകന്ന പെണ്ണുങ്ങളാകട്ടെ, ശരീരത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നിന്റെ ശരീരത്ത് തൊട്ടാൽ പറയണം ചേട്ടത്തിയോട്, ഇത് പാപമാ, ഇത് വ്യഭിചാരമാ, നിങ്ങൾ അന്യ പെണ്ണാ എന്റെ ശരീരത്ത് തൊടാ പാടില്ല, എനിക്ക് വ്യഭിചരിക്കാൻ പേടിയാണ്, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. ചേട്ടത്തിയാണെങ്കിലും അനുജത്തിയാണെങ്കിലും അതാ നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളാണെങ്കിലും ശരീരത്ത് തൊടുന്ന സമയത്ത് പറയാൻ കഴിയണ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്,
ഉമ്മ പറയും ഫ്രണ്ടിന്റെ ബൈക്കിന്റെ പുറകിൽ കയറാറ്, അല്ലെങ്കിൽ കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ കയറി പോകാൻ പറഞ്ഞ പെറ്റ തള്ളയാണെങ്കിലും പറയണമുമ്മ ഇത് വ്യഭിചാരമാണ്, ഇത് പാപമാണ്, അവൻ അന്യപുരുഷനാണ്, അവന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് പേടിയാ. ഇന്നി അഖാഫുല്ലാഹ്. കൂടെ പഠിക്കുന്നവൻ നിന്റെ കയ്യിൽ കയറി പിടിച്ച അവനോട് പറയണം, എടുക്കടാ, ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട, എനിക്ക് വ്യഭിചാരം പേടിയാണ്. പറയാൻ കഴിഞ്ഞ അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എടാ മോനെ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗം, ഉംറ ചെയ്തവന് സ്വർഗം, പള്ളി കെട്ടി കൊടുത്തവന് സ്വർഗം, ഖുർആൻ ഓതിയവന് സ്വർഗം, ഖുർആൻ പഠിച്ചവന് സ്വർഗം, ഖുർആനിനെ സ്നേഹിക്കുന്നവന് സ്വർഗം, വഅദ് പറയുന്നവന് സ്വർഗമുണ്ട്, വഅദ് കേൾക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരേ സ്വർഗം, എല്ലാവർക്കും ഒരേ സ്വർഗം. പക്ഷേ പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അല്ലാഹനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞാൽ മഖാമ റബ്ബിഹി ജന്നതാൻ, നിനക്കല്ല രണ്ട് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.